അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ശ്രീ ജോൺ മുണ്ടക്കയം എഴുതിയ സോളാർ വിശേഷം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് വേട്ടയാടലുകൾക്ക് വിധേയമായ, അധികാരത്തിൻ്റെ ഇടനാഴികളിലുള്ളവരും മാധ്യമങ്ങളും ജുഡീഷ്യൽ കമ്മീഷനും എല്ലാവരും ചേർന്നുണ്ടാക്കിയ വിവാദങ്ങൾ, ആ വിവാദങ്ങൾ അവസാനം ഒന്നുമല്ലാതായി തീർന്ന കഥയാണ് ജോൺ മുണ്ടക്കയം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അതിമനോഹരമായി ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നമുക്ക് ഒറ്റ ഇരിപ്പിന് വായിച്ചു നിൽക്കാവുന്നൊരു പുസ്തകമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇതിൻ്റെ അണിയറയിൽ നടന്ന കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം തുടങ്ങിയ അന്നു മുതൽ ഇത് അവസാനിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തെ കംപ്ലീറ്റ് അദ്ദേഹം അനാവരണം ചെയ്യുക, മനോഹരമായി അനാവരണം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾക്ക് പിന്നിൽ നല്ല റീസണിങ് ഉണ്ട്. കൺവിൻസിംഗ് ആയിട്ടാണ് അദ്ദേഹം ചില കൺക്ലൂഷനുകളിൽ, നിഗമനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള അസാമാന്യമായ ഒരു സോഷ്യൽ കോണ്ടാക്ട്, ഒരു PR, പബ്ലിക് റിലേഷൻ, അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ഇടനാഴികളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവരുമായുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധം ഈ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോകാൻ, സത്യം അന്വേഷിച്ചു പോകാൻ അദ്ദേഹത്തിന് സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. വിവാദങ്ങളായ പല വ്യക്തികളെയും പല വിഷയങ്ങളെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ചിലർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട ധാരാളം ആളുകൾ. മാത്രമല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ വിഷയം, ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു വിഷയം, ഇതിൽ ആദ്യം 21 പേജുണ്ടെന്നും പിന്നീട് 30 പേജാണെന്നും പറഞ്ഞൊരു കത്ത് മാറ്റിവെച്ചാൽ എന്താണ് ഈ കേസിലുള്ളത്? ഏത് രാഷ്ട്രീയ നേതാക്കൾക്കാണ്, ഏത് അധികാരികൾക്കാണ് ഈ കേസിൽ പങ്കുള്ളത്? ഇവിടെ 33 കേസുകളാണ്, ഒരു തട്ടിപ്പ് കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 33 കേസ്, 33 ഇൻഷുറൻസ് ആണ്. സോളാർ സ്ഥാപിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പലരെയും കബളിപ്പിച്ച് ഒരു കമ്പനി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് അത് ചെയ്തു കൊടുക്കാതെ അവരെ കബളിപ്പിച്ച ചീറ്റിംഗ് ആണ്. 420 ആണ്, സെക്ഷൻ 420 ആണ് പ്രധാന ചീറ്റിംഗ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു സ്ഥലത്തും ഒരു ഇടനിലക്കാരനായി നിന്നിട്ടില്ല. ഒരു സ്ഥലത്തും ഈ കമ്പനിയെ അവര് എന്താ പറയുന്നത്, പൂർണ്ണമായി ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ല. ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി സർട്ടിഫൈ ചെയ്തു കൊടുത്തിട്ടില്ല ആരും. ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഈ കേസ് അന്വേഷിച്ച ശ്രീ ഹേമേന്ദ്രൻ അവരെ പ്രതിയാക്കുമായിരുന്നു, അവരാരും പ്രതികളല്ല. കാരണം ആരും ഈ കമ്പനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ഒരു ക്ലയന്റിനോടും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു തട്ടിപ്പ് കേസാണ്, ഒരു കമ്പനി നടത്തിയ തട്ടിപ്പ് കേസ്. അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ വരുന്ന എത്ര തട്ടിപ്പ് കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ കേരളത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്? 10,000-കണക്കിന് കോടി രൂപ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ മുഴുവൻ, ഈ തിരുവനന്തപുരത്ത് ഈ BSNL ബാങ്ക് വിവാദം മാത്രം പെൻഷനായ ആളുകൾ മുഴുവൻ നിക്ഷേപിച്ച 250 കോടി രൂപയാണ് പോയത്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പൈസ തട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊരു കമ്പനി പലപ്പോഴും അവര് ആളുകളെ കബളിച്ച് പണം തട്ടിയെടുത്തതാണ് കേസ്. അത് പിന്നെ എങ്ങനെയാണ് വിവാദമാകുന്നത്? ഒരു കത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 21 പേജുണ്ടെന്ന് ആദ്യം പറയുകയും പിന്നീട് 30 പേജാണെന്ന് പറയുകയും ചെയ്ത, അവസാന രംഗപ്രവേശം ചെയ്ത ഒരു കത്താണ്. ആ കത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കത്താണ് എന്ന് ഈ 21 പേജ് 30 പേജായി മാറിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ആ കത്ത് CBI അന്വേഷണത്തിൽ ആ കത്ത് രൂപപ്പെട്ടതിൻ്റെ മുഴുവൻ
അണിയറ വർത്തമാനങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പണം കൊടുത്തുണ്ടാക്കിയ ഒരു കത്താണ്. ആളുകളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി, ആളുകളെ തകർക്കുന്നതിന് വേണ്ടി, ആരോപണത്തിൽ പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കത്താണ്. ആ കത്ത് ഉണ്ടാക്കാനും ആ കത്ത് വാങ്ങിക്കാനും ആ കത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കാനും ഗൂഢാലോചന നടത്തിയ ആളുകൾ ഇപ്പോഴും കൂളായിട്ട് നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മനുഷ്യനെ, ധാരാളം ചെറുപ്പക്കാരായ ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കുറെ ആളുകളെ ഇതിൻ്റെ ഈ ആരോപണത്തിന്റെ കുന്തമുനയിൽ നിർത്തി, ലൈംഗിക ആരോപണത്തിന്റെ കുന്തമുനയിൽ നിർത്തി, സാധാരണ ആരോപണം പോലെയല്ല, വീട്ടിൽ പോകണ്ടേ, അവര് കുടുംബം ഒരാൾ മാത്രമാണ് അനുഭവിക്കുന്നത്, കുടുംബം മുഴുവൻ അനുഭവിക്കില്ലേ? അവരുടെ വീട്ടുകാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കളുടെ മക്കൾ, ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കില്ലേ? ഒരു മനസാക്ഷിയില്ലാതെ ഇങ്ങനെ ഒരു കത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അത് പണം കൊടുത്ത് വാങ്ങി അത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് ഇത് വിവാദമുണ്ടാക്കി പ്രതികാരം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ മാന്യന്മാരായിട്ട് നടക്കാം. യഥാർത്ഥ പ്രതികൾ അവരല്ല ഈ കേസിലെ. യഥാർത്ഥ പ്രതികൾ അവരാണ്. ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ അവരാണ്. പിന്നെ രാഷ്ട്രീയം, പ്രതിപക്ഷം ഈ വിഷയം കിട്ടിയപ്പോഴേക്കും അതെടുത്ത് ആഘോഷിച്ചു. ആരാണ് പറഞ്ഞത്, പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് അന്വേഷിക്കാതെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളുമായി പോയി. ആ സമരത്തിന്റെ കഥ രസകരമായതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട്. ആ സമരം തുടങ്ങുന്നതും ആ സമരം തിരുവനന്തപുരത്തൊരു തമാശയായി മാറുന്നതും ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിന് ജോൺ മുണ്ടക്കയും അതിൻ്റെ അകത്ത് പങ്കാളിയാകുന്നു. ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ വരുന്നു, ആഭ്യന്തരമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും സംസാരിക്കുന്നു. നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞ് സമരത്തിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പത്രസമ്മേളനം നടത്തുന്നു, സമരം പിൻവലിക്കുന്നു. ഇതൊരു നാടകമായിരുന്നു. നാടകം. എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും വിഷമമുണ്ടാക്കിയൊരു കാര്യം, ഞാൻ ഉമ്മൻചാണ്ടിയോട് പോലും അതൃപ്തി പ്രകടിപ്പിച്ചൊരു കാര്യം, ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആരാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ തലയിൽ കൈവച്ചിരിക്കും. കാരണം ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, സാറിനോട് ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ കമ്മീഷനെ വെച്ചതെന്ന്. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, സാർ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ, ഒരു അന്വേഷണം ഹൈക്കോടതിയിലുള്ള ഏതെങ്കിലും ഒരു വക്കീലിനോടൊരു ഫോൺ വിളിച്ച് സാറ് ചോദിച്ചിരുന്നെങ്കിൽ സാർ ഇത് ചെയ്യില്ല. സാർ ഇത് അപകടമാണ്. അപ്പോഴേക്കും അനൗൺസ് ചെയ്ത് പോയി. അപ്പോൾ 1-2 ആളുകളെ എനിക്ക് സംശയമുണ്ടായി, അവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഒന്ന് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ദണ്ഡപാണി സാർ, അദ്ദേഹത്തിന് ഞാൻ വലിയ ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറാണ് ഈ ചതിയിൽ പെടുത്തിയത്? സാർ പറഞ്ഞു, ഞാനല്ല സതീശൻ, ഞാനത് ചെയ്യില്ല. തന്നെക്കാളും നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഞാനല്ല, അദ്ദേഹം അല്ലായിരുന്നു. ഞാനൊന്ന് ബാബുചേട്ടനാണെന്ന് ഓർത്തു, കെ ബാബുചേട്ടൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒട്ടുമില്ല എന്ന് പറയും. അവർ രണ്ടുപേരും അല്ലായിരുന്നു, വേറെ എല്ലാ ആളുകളാണ് അഡ്വൈസ് ചെയ്തത്. ഏറ്റവും തെറ്റായ ഒരു തീരുമാനമാണ്. നമ്മൾക്ക് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ നമുക്ക് ബഹുമാനമാണ്, ജഡ്ജിമാരെ നമുക്ക് ബഹുമാനമാണ്, റിട്ടയർ ചെയ്തവരെ നമുക്ക് ബഹുമാനമാണ്. പക്ഷെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ ഒരു നീതിയുമില്ലാത്ത, ഒരു മര്യാദയുമില്ലാത്ത, ഒരു റീസണിങ്ങും ഇല്ലാത്ത 4/3 ഭാഗം പറയുന്നത് ഈ കത്തിനെ കുറിച്ചാണ്. ഈ കത്ത് അതിൻ്റെ അന്വേഷണ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വെച്ചിരിക്കുന്ന ഞാൻ സി ദിവാകരൻ ഇതെങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടായതെന്നതിനെ കുറിച്ച് പറയുന്ന ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ എന്തൊരു റിപ്പോർട്ടാണ് അത്! ഹൈക്കോടതിയാണ് എടുത്തത്, കോട്ടയിൽ. അതിനെക്കുറിച്ച് സി മുണ്ടക്കയം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, ഒരു തെളിവിന്റെ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു കത്ത് കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്തെല്ലാം നാടകങ്ങളായിരുന്നു ആ കമ്മീഷൻ. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു ദിവസം, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി സാറ് പോയി ഒരു ദിവസം മുഴുവൻ ആ കമ്മീഷന്റെ മുമ്പിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിയമവ്യവസ്ഥയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിയമവ്യവസ്ഥയാണ്, സംവിധാനമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് തെളിവെടുക്കണം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമ്മീഷൻ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ അവിടെ പോയി ഇരുന്നു. എന്തൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ദിവസങ്ങളാണ് അതിലൂടെ കടന്നുപോയത്.
എന്തെല്ലാം അനുഭവത്തിലൂടെയാണ് ആ മനുഷ്യനും മറ്റു ചില നേതാക്കന്മാരും എല്ലാം കടന്നുപോയത്. അവസാനം CBI അന്വേഷണത്തിന് പോകും. CBI അന്വേഷിക്കുന്നു. അന്വേഷണം കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും എക്സോണറേറ്റ് ചെയ്ത് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞത് പുകയായി അവസാനിപ്പിക്കും. എന്നോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സോളാർ കേസിൽ വന്നതുപോലെ തന്നെ ഒരാൾ വന്നു. ഞാൻ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായി. എന്താരോപണം? ഇതല്ല, ഞാനത് ഏറ്റുപിടിച്ചില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ സർക്കാരിനെതിരായി, പിണറായി വിജയനെതിരായി അത് ആഞ്ഞടിച്ചില്ല എന്നാണ് സത്യമാണ്. ഞാൻ ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഈ സോളാർ കേസിലെ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വർത്തമാനം ഏറ്റുപിടിച്ചവരും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ നായിക പറയുന്നത് ഏറ്റുപിടിച്ചവരും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? അവരും തമ്മിൽ എന്ത് പശ്ചാത്തലത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് ഇവരെല്ലാം പറയുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് പോകുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കാലം നിങ്ങളുടെ മുമ്പിൽ വന്ന് കണക്ക് ചോദിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ സംഭവം അതേ ടൈറ്റിൽ ആ പുസ്തകത്തിൽ എഴുതി, അത് എൻ്റെ പേറ്റന്റ് എനിക്കാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി വന്ന കണക്ക് ചോദിക്കുമെന്ന് നിയമസഭയെ പറഞ്ഞ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ആരോപണങ്ങൾ, അതേ രീതി എന്തെല്ലാമാണ് വരുന്നത്. നമ്മളത് എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പോകാതിരുന്നത് മറ്റേ ഓർമ്മയുള്ളത് കൊണ്ടാണ്. കാരണം ആരെയും ഇവിടെ വേണു രാജാമണി അവസാനിപ്പിച്ചെന്താ? രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കും. 2006 മുതൽ 2011 വരെ മന്ത്രിമാർക്കെതിരായിട്ട് 8 മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് ഞാൻ. 8 മന്ത്രിമാർക്ക് ഞാൻ ഇപ്പോഴും കൺവിൻസിംഗ് ആണ്. ആ 8 അഴിമതിയായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പുവരുത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്തത്. 8 അഴിമതി തന്നെയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. ഞാൻ അത് മാറ്റില്ല. എനിക്കറിയാം 100% അഴിമതിയാണ്. 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അന്തരീക്ഷത്തിൽ നമുക്ക് എന്തെല്ലാം ഊമക്കത്തുകൾ വരും. ഞാനന്ന് 2006 മുതൽ 2011 വരെ വരുമ്പോൾ ഒരു അസംബ്ലി ആകുമ്പോഴേക്കും ഇത്രയും കെട്ട് കാര്യങ്ങൾ വരും. പകുതി ഊമക്കത്തായിരിക്കും. കോൺട്രാക്ട് നഷ്ടപ്പെട്ട ആള് കിട്ടിയവരുത്തിനെതിരായിട്ട് ആക്ഷേപം പറയുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കേസ് വരും. ഈ 100 വന്നാൽ നമ്മൾ 100 എടുത്ത് നോക്കും. ചിലപ്പോൾ 1 അതിൻ്റെ അകത്ത് കൊള്ളാവുന്ന ഒരു സാധനം ഉണ്ടാവും. ഈ 100 എടുത്ത് നമ്മൾ പോയാൽ നമ്മുടെ വിശ്വാസ്യത പോവില്ലേ, നമ്മുടെ ക്രെഡിബിലിറ്റി പോവില്ലേ? അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം ശ്രീ PJ കുര്യൻ സാറിന്റെ കേസ്. അത് വളരെ ഭംഗിയായി, വളരെ നന്നായിട്ട് അതിനകത്ത് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാൾ, എല്ലാ എവിഡൻസും ഉണ്ട്. അദ്ദേഹത്തിന് ആ കേസിൽ ഒരു പങ്കുമില്ല എന്ന് എല്ലാ എവിഡൻസും ഉണ്ട്. എന്നിട്ട് എത്രമാത്രം നാളെ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു ആ കേസ്. ഒരു എവിഡൻസ് ഉണ്ട്. എന്ത് ഈ പറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയിട്ടില്ല എന്നും അതിനേക്കാൾ വലിയ അലീബിയാണ്, അല്ലേ? അലീബിയാണ്, ക്രിമിനൽ ലോയിലെ അലീബിയാണ്. ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഈ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതിന് എവിഡൻസ് ഉണ്ട്. എന്നിട്ട് ആ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഒരു ദശാബ്ദകാലം ആ മനുഷ്യനും ഇതുപോലെ അപമാനിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണ്? അവരൊക്കെ ഇപ്പോൾ രംഗപ്രവേശം ചെയ്യാണ്. ദല്ലാളുമാരായി, ബ്രോക്കർമാരായി, ഇടനിലക്കാരായി. മനസ്സിലായില്ലേ? അവരെല്ലാം ഇപ്പൊ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് എല്ലാവർക്കും അവരാണ് നടക്കുന്നത്. അപ്പൊ ഗൂഢാലോചനകളാണ്, കോൺസ്പിറസിയാണ് ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനകളെ പറ്റി. മറ്റേ കേസ്, തട്ടിപ്പ് കേസ്, പോലീസ് നന്നായി അന്വേഷിച്ച് എനിക്ക് തോന്നുന്ന ഒരു 10-20 കേസെങ്കിലും കൺവിക്ട് ചെയ്തു, ഇല്ലേ? അതിൻ്റെ ഭൂരിഭാഗം കേസുകളും കൺവിക്ട് ചെയ്തു. അത് ഫ്രോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചീറ്റിംഗ് ആണ്, തട്ടിപ്പാണ്. അത് ഗംഭീരമായിട്ട് പോലീസ് അന്ന് ചെയ്തു. ഒരാളെയും രക്ഷപ്പെടുത്താൻ പോലീസിന്റെ ശ്രീ ഹേമേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടത്തിയിട്ടില്ല, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടത്തിയിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെട്ടിട്ടില്ല. ആ കേസുകൾ പോലീസ് നന്നായി അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് മിക്കവാറും കേസുകൾ അതിൻ്റെ അകത്ത് കൺവിക്ഷൻ കിട്ടും. കാരണം ഫ്രോഡാണ്, തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത്
രാഷ്ട്രീയ നേതാക്കളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. എന്ത് കിട്ടിയാലും അതെടുത്ത് ആഘോഷിക്കുക, അതെടുത്ത് വാർത്തയാക്കുക. എത്ര പേരുടെ കുടുംബമാണ് അതിനെ നേരിടുന്നത്, എന്തെല്ലാം മാനസികമായ വ്യതകളിലൂടെയാണ് ആളുകൾ പോകുന്നത് എന്നറിയാതെ നമുക്ക് ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ എനിക്കെതിരായിട്ടൊരു ആരോപണം വന്നു. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഞാൻ ചിരിക്കണോ അല്ല കരയണോ, നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ചോദിച്ചു. എൻ്റെ ആരോപണം എന്നറിയാമോ? റെയിൽ വന്നാൽ യാഥാർത്ഥ്യമായ 2050 ആകുമ്പോഴേക്കും കേരളം ഭയങ്കര IT നഗരമായി മാറും, എൻ്റെയർ കേരളം. അതോടുകൂടി ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും IT കമ്പനികൾ മുഴുവൻ പൂട്ടിപ്പോകും 2050 ആകുമ്പോഴേക്കും ഈ കേരളയിൽ വന്നിട്ട്. ഇത് മനസ്സിലാക്കിയ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ KC വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ മുമ്പ്. അപ്പോൾ വേണു പറഞ്ഞൊരു പറ്റിയ ആളുണ്ട് നമുക്ക് കേരളയിൽ അട്ടിമറിക്കാൻ, VD സതീശൻ. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാൽ മതി. അതിന് വേണു എനിക്കൊരു ഓഫർ തന്നു. ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ മുഖ്യമന്ത്രിയാക്കാം. 2, എനിക്കൊരു 150 കോടി രൂപ ഈ 2050 തകരാൻ പോകുന്ന IT കമ്പനികളെ കൂടി കളക്ട് ചെയ്ത് ഒരു മീൻ വണ്ടിയിലാക്കി ചാവക്കാട് കടപ്പുറത്ത് കൊണ്ടുവന്നു. അവിടുന്ന് ഞാൻ ആർക്കും കൊടുത്തില്ല പൈസ, തെരഞ്ഞെടുപ്പ് കാലത്താണ്. എന്നിട്ട് തിരിച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഈ പൈസ. ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് വന്നത്. 150 കോടി രൂപ മീൻ വണ്ടിയിൽ, ഏത് കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി 2050 IT തയ്യാറ്. അപ്പം ഞാൻ ചോദിച്ചു, ഏതായാലും പൈസ വന്ന വഴി മീൻ വണ്ടിയിൽ ചാവക്കാട് കടപ്പുറത്ത് വന്നൊക്കെ പറഞ്ഞു, തിരിച്ചെങ്ങനെ കൊണ്ടുവരുന്നത് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ വീണ്ടും ബാംഗ്ലൂർ കൊണ്ടുപോയി ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഇത് നിയമസഭയിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ്, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ നേരെ വിജിലൻസിലേക്ക് പരാതി. അപ്പം എന്താ വാർത്ത എന്താണ് സ്ക്രോൾ ചെയ്യുന്ന, VD സതീശനെതിരായി വിജിലൻസിൽ പരാതി. അപ്പം ഞാനെന്തോ ഒരു വലിയ കൊള്ളാകത്തില്ല. പിന്നെ VD സതീശനെതിരായ വിജിലൻസ് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ 2ാമത്തെ വാർത്ത. 3-4 പ്രാവശ്യം കോടതി മാറ്റിവെക്കുമ്പോഴൊക്കെ സ്ക്രോളും വാർത്തയും. അപ്പോൾ എനിക്കെതിരായിട്ട് ഭയങ്കരമായ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. കോടതി അതെടുത്ത് നേരെ എനിക്കൊരു നോട്ടീസ് പോലെ അയക്കാതെ ഊതി കൊട്ടയിലേക്ക് ഇട്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ പറയുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഗൂഢാലോചനകളാണ്, കോൺസ്പിറസികളാണ് ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് നടക്കുന്ന. ഈ കേസിൻ്റെ പുറകിൽ അതുപോലെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ ഭരണപക്ഷം, അതിൻ്റെ അകത്ത് പങ്കാളികളാണ്. അവരും ആ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ദൗർഭാഗ്യവശാൽ ഈ കേസിൽ ഗൂഢാലോചന അന്വേഷിച്ചില്ല എന്നാണ് അത് ജോൺ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ ഗൂഢാലോചന അന്വേഷിച്ച് അതിൻ്റെ പുറകിലുണ്ടായിരുന്ന യഥാർത്ഥ ആളുകളെ പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ ഇനി ആവർത്തിക്കില്ലായിരുന്നു. ഇതുപോലുള്ള തോന്നിയാസങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇനി ഉണ്ടാകില്ലായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജോൺ മുണ്ടക്കയത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിച്ചത്, ഇതിൻ്റെ അണിയറയിലുള്ള കാര്യങ്ങൾ മുഴുവൻ എത്തിച്ചതിന് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സീഡ് ബുക്സിനെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. താങ്ക് യു സർ. പുസ്തക പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട UP ശശി